ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഡിന്നർ സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതും ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചില്ലി ഗാർലിക് പറാത്തയാണ് കേട്ടോ ചെയ്യുന്നത്. എപ്പോഴും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം ചേഞ്ചിനൊക്കെ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ല ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി ഒന്ന് കണ്ടു വയ്ക്കാമല്ലോ. അപ്പോൾ ഈ ഒരു പറാത്ത റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് നിറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് മൈദ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം, അല്ലെങ്കിൽ പകുതി ഗോതമ്പ് പകുതി മൈദ വെച്ചിട്ടൊക്കെ ചെയ്യാം. നമ്മളിപ്പോൾ ഇത് മുഴുവൻ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിലേക്കൊരു മീഡിയം സൈസിൽ വരുന്ന ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര കേട്ടോ, ചെറിയ സ്പൂണിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് പാകത്തിനുള്ള പച്ചവെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അതുകൂടെ ചേർത്തിട്ട് കുഴച്ചെടുക്കുക. വെള്ളം ആദ്യം ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിറച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ പാകത്തിന് നോക്കിയിട്ട് എടുത്താൽ മതി. ചില പൊടികൾക്ക് ഒരു ഇത്തിരി കൂടെ കൂടുതൽ വേണ്ടി വരും. കൂടി വന്ന ഒരു 1/4 കപ്പും കൂടിയൊക്കെ നോക്കിയിട്ട് ഇതുപോലെ ചപ്പാത്തിയുടെ അത്രയ്ക്ക് ടൈറ്റ് ആവേണ്ട ആവശ്യമില്ല, കുറച്ചൊരു ലൂസിൽ ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു 1-2 മിനിറ്റ് നന്നായിട്ടിട്ട് കുഴച്ചിട്ട് നമ്മൾ അതൊന്ന് ടൈറ്റാക്കി എടുക്കണം. അപ്പോഴാണ് കറക്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പറാത്തയായിട്ട് കിട്ടുക. അപ്പോൾ കൗണ്ടർ ടോപ്പിലിട്ട് കുഴയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലത്, നന്നായിട്ടൊന്ന് കുഴച്ച് മയപ്പെടുത്തി എടുത്താൽ മതി. കുഴച്ചെടുക്കുന്ന സമയത്ത് കയ്യിലൊരു ഇത്തിരി എണ്ണ തടവിയിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുകയാണിത് ഈ ഒരു രീതിയിലായി കിട്ടും കേട്ടോ. പാത്രത്തിലൊന്നും ഒട്ടി പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുത്തതിന് ശേഷം ഇനി ഇതൊരു 1/2 മണിക്കൂർ മിനിമം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ആ സമയത്ത് പാത്രത്തിൽ ഒരു ഇത്തിരി എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ഇത് വെച്ചിട്ട് അതിൻ്റെ മേലെയും കുറച്ചൊരു എണ്ണ തടവി കൊടുത്തിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അടുത്തതിന് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്തുള്ളി വളരെ ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1-2 ടേബിൾ സ്പൂൺ എന്തായാലും വേണം. വളരെ ചെറുതായിട്ട് മുറിക്കുക കേട്ടോ. മാക്സിമം കഴിയുന്നത്ര ചോപ്പ് ചെയ്യുന്ന പോലെ ചെറുതാക്കാൻ പറ്റുകയാണെങ്കിൽ ചെയ്യാം. പിന്നെ ഒരു 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില വളരെ ചെറുതായിട്ട് മുറിച്ചെടുത്തത് കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാവ് കുഴച്ച് വെച്ചതൊക്കെ നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് ബോൾ എടുത്തിട്ട് പരത്തിയെടുത്താൽ മാത്രം മതി. ബോളാക്കി എടുക്കുന്ന സമയത്ത് എളുപ്പത്തിന് വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം കത്തി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഇതിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്നങ്ങ് മുറിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പൊറോട്ടയ്ക്ക് ചെയ്യുന്ന അത്രയ്ക്ക് റിസ്ക് എടുത്തിട്ടൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അതുപോലെ അറിയുന്നവർക്ക് തീർച്ചയായിട്ടും അതുപോലെ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഈ സമയത്ത് കയ്യിലൊരു ഇത്തിരി എണ്ണ തടവി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. അടിയിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് നന്നായിട്ട് ഇങ്ങനെ ബോളാക്കിയിട്ട് ആക്കി വെക്കാം. സാധാരണ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ വലിയ ബോളാക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിതൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം. അതിൻ്റെ ആ പാത്രത്തിൽ ഇത്തിരി എണ്ണ തടവിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മേലേക്കും കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, വളരെ കുറഞ്ഞ അളവിലും മതി. എന്നിട്ട് നമ്മളിതിന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നൊന്നുമില്ല, ഇപ്പം തന്നെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ ഓരോന്ന് എടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളതൊന്ന് ജസ്റ്റ് കവർ ചെയ്ത് വെക്കുക, നല്ലതായിരിക്കും. കാരണം കൂടുതൽ ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട്. കൈ വെച്ചിട്ട് ആദ്യം ഒന്നങ്ങ് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്നങ്ങ് പരത്തി കൊടുത്തതിന് ശേഷം ചപ്പാത്തി റോളർ വെച്ചിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്നങ്ങ് പരത്തിയെടുക്കാം. കഴിയുന്നത്ര കനം കുറച്ച് പരത്തിയെടുക്കുക. കാരണം പരത്തിയെടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് റോൾ ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷേ എന്നാലും കനം കുറച്ച് പരത്തിയാലാണ് ചുട്ടെടുത്ത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും കുറഞ്ഞ അളവിലാക്കി കൊടുത്താൽ മതി. നമുക്ക് ലെയർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉള്ളിൽ. എന്നിട്ട് ഇതിൻ്റെ മേലേക്കൊരു 1 ടീസ്പൂൺ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയുടെ ആ ഒരു കൂട്ടുണ്ടല്ലോ, അത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുക. കൈ ഉപയോഗിച്ചിട്ട് നല്ലോണം ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ശരിക്കും വെളുത്തുള്ളി അരിഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്ക് തടയുന്ന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നന്നായിട്ടങ്ങ് പരത്തി കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊരു ഗോതമ്പ് പൊടി എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് ലെയർ കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. അത്യാവശ്യം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ സൈഡിൽ നിന്ന് നേരെ ഇങ്ങോട്ടൊന്ന് മടക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം കുറച്ച് പരത്തിക്കൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാകും, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ചൊരു ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലേക്കും കുറച്ചൊരു ഗോതമ്പ് പൊടി ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ സൈഡിൽ നിന്ന് നേരെ ആ ഭാഗത്തേക്കൊന്ന് ഒന്നങ്ങ് മടക്കിയെടുത്താൽ മതി. ജസ്റ്റ് ആ ലെയർ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം. അത് കഴിഞ്ഞിട്ട് ഇത് മേലെ നിന്ന് പിടിച്ചിട്ട് താഴേക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. എന്നിട്ടൊന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. കയ്യിലൊരു ഇത്തിരി ഓയിൽ തടവിയിട്ട് ഇതുപോലെ കൈ വെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്നങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചപ്പാത്തി റോളർ വെച്ചിട്ട് ഒന്നങ്ങ് പരത്തിയെടുക്കുക. ഒരുപാട് കനം കുറഞ്ഞ ചപ്പാത്തിയുടെ അത്ര പരത്തണ്ട, നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ പരത്തൂലേ ആ ഒരു രീതിയിൽ ഒന്നങ്ങ് പരത്തിയെടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ഇങ്ങനെ പരത്തിയെടുക്കുക. ഇനിയിപ്പോൾ ഒന്നുമില്ല, പെട്ടെന്ന് തന്നെ ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഒന്നിതുപോലെ പരത്തി ചുട്ടെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതും കൂടെ റെഡിയാക്കി എടുക്കാം. നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന പാനിൽ കുറച്ചൊരു ഓയിലാക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ അത്യാവശ്യം ആവുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക.
എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഇടയ്ക്കൊരു ഇത്തിരി ഓയിൽ ആക്കണമെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. കുറച്ചുകൂടി ഒരു പൊറോട്ടയുടെ ഒക്കെ ഒരു ടച്ച് കിട്ടും. നോക്കിയിട്ട് ചെയ്താൽ മതി. അങ്ങനെ തിരിച്ചു മറിച്ചു വിട്ട് അത്യാവശ്യം നല്ല ഒന്ന് മുരിഞ്ഞ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ആ രീതിയിലാവുന്ന സമയത്ത് നമുക്ക് പാനിൽ നിന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാനിപ്പോൾ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 2-3 ചുട്ടെടുത്ത ശേഷം ഇതുപോലെ ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് അടിച്ചു കൊടുക്കുക. പൊറോട്ടയ്ക്കൊന്നും ചെയ്യുന്ന അത്രയ്ക്ക് ചെയ്യേണ്ട കേട്ടോ, കാരണം നമ്മൾ ആ ഒരു രീതിയിലല്ലല്ലോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് കുറച്ചുകൂടി ഒരു ക്രിസ്പിയാണ്, അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്ക് വേണ്ട. ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ മുറിച്ചെടുക്കുന്ന സമയത്ത് ശരിക്കും ഉള്ളിലൊക്കെ നല്ല ലെയറൊക്കെ ആയിട്ട് ചൂടോടുകൂടെ മുറിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ശരിക്കും ഒരു കറി ഇല്ലെങ്കിലും ചൂടോടുകൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ ശരിക്കും അത്രയ്ക്ക് പോരാ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടെ മറക്കരുത് കേട്ടോ. അപ്പം ഈ ഒരു പറാത്ത നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഞാനിപ്പോൾ ഇതിവിടെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ടക്കറിയുടെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് രണ്ടും കൂടെ കഴിക്കുന്ന സമയത്ത്. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ചപ്പാത്തിക്ക് പകരമായിട്ട് ഒരു ദിവസമൊക്കെ തീർച്ചയായിട്ടും ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്